മദ്യത്തിന് പൂർണ്ണ നിരോധനമുള്ള നാടാണ് സൗദി അറേബ്യ. അല്ല, ആയിരുന്നു. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി മദ്യമൊഴുകാത്ത രാജ്യം. അതിന് മാറ്റം സംഭവിക്കുകയാണ്. സൗദിയുടെ വാതിലുകൾ മദ്യപിക്കുന്നവർക്കായി തുറക്കുകയാണ്. എന്നാൽ എല്ലാവർക്കും രണ്ടെണ്ണം അടിച്ചു പൂസാവാം എന്നുള്ള വിചാരമൊന്നും വേണ്ട. ഇസ്ലാം ഇതര മതസ്ഥർക്കും ധനികർക്കും മാത്രമായിരിക്കും മദ്യം വാങ്ങാൻ അവകാശം നൽകുക എന്ന് മാത്രം. സൗദി അറേബ്യയിലെ പരമ്പരാഗത സാമൂഹിക മത നിയന്ത്രണങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വിപ്ലവമായി മദ്യം വിൽക്കാനുള്ള നീക്കത്തെ കാണാം. രാജ്യത്ത് ആദ്യമായി പ്രവർത്തനം ആരംഭിച്ച റിയാദിലെ ഏക മദ്യ വിൽപ്പനശാല ഇപ്പോൾ വിദേശ ഡിപ്ലോമാറ്റുകൾക്ക് പുറമെ മുസ്ലിം ഇതര മതസ്ഥരായ വിദേശ തൊഴിലാളികൾക്ക് തുറന്നു കൊടുക്കുകയാണ്. മാസവരുമാനം 50,000 റിയാൽ, അതായത് 11 ലക്ഷം രൂപ ഉള്ളവർക്ക് മാത്രമേ മദ്യം വാങ്ങാൻ അനുവാദമുള്ളൂ എന്ന നിബന്ധനയോടെയാണ് മദ്യഷോപ്പ് തുറക്കുന്നത്. എന്നുവെച്ചാൽ മദ്യം വാങ്ങാൻ ഒരു ഇസ്ലാം ഇതര മതസ്ഥനായ വിദേശ തൊഴിലാളി ആഗ്രഹിക്കുന്നുവെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം എന്നർത്ഥം. അത് കാട്ടിയാൽ മാത്രമേ മദ്യം നൽകുകയുള്ളൂ. മദ്യഷോപ്പിനുള്ളിൽ കയറാൻ പോലും തിരിച്ചറിയൽ കാർഡും വരുമാന സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പ്രവർത്തനം തുടങ്ങിയ മദ്യഷോപ്പ് ഇതുവരെ വിദേശ ഡിപ്ലോമാറ്റുകൾക്ക് മാത്രമായിരുന്നു. ഇപ്പോൾ ഈ അവസരം പ്രീമിയം റെസിഡൻസിയുള്ള ഇതര മതസ്ഥരായ വിദേശികൾക്കും ലഭ്യമാക്കിയിരിക്കുകയാണ്. 2019 ആരംഭിച്ച സൗദി പ്രീമിയം റെസിഡൻസി പ്രോഗ്രാം രാജ്യത്ത് താമസിക്കാനും ജോലി ചെയ്യാനും സ്വന്തമായി ബിസിനസ് നടത്താനും സ്വത്ത് സ്വന്തമാക്കാനും വിദേശികൾക്ക് അവസരം സൃഷ്ടിക്കുന്ന പദ്ധതിയാണ്. ഈ തീരുമാനം സംബന്ധിച്ച് സൗദി സർക്കാർ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ലെങ്കിലും മദ്യം വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ധനികരായ പലരും. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഈ മാറ്റം ആവേശമല്ല നിറയ്ക്കുന്നത്. പകരം സൈബർ ഇടങ്ങളിൽ പുതിയ നീക്കത്തെ കളിയാക്കുകയാണ്. പാവങ്ങൾക്ക് മദ്യമില്ല, സമ്പന്നർക്കായി മാത്രം. ഒരു വീഞ്ഞു ബോട്ടിലിന് ശമ്പള തെളിവ് വേണമെന്നത് തന്നെ പരിതാപകരമാണ്. ഈ നിയമം പാവപ്പെട്ട കുടിയേറ്റ തൊഴിലാളികളെ ഒഴിവാക്കാനാണ്, സമ്പന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ മാത്രമാണ് എന്ന ആക്ഷേപങ്ങൾ കൊണ്ട് സമൂഹ മാധ്യമ ഇടങ്ങൾ നിറയുകയാണ്. മദ്യനയത്തിൽ മാത്രമല്ല, സൗദി അറേബ്യ കുറച്ചു വർഷങ്ങളായി സാമൂഹിക നിയന്ത്രണങ്ങളിൽ ഇളവ് കൊണ്ടുവരുന്നു. സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാനുള്ള അനുമതി, പൊതുവിനോദ പരിപാടികൾ, ടൂറിസത്തിന് പ്രോത്സാഹനം തുടങ്ങി നിരവധി പുത്തൻ നയങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു രാജ്യം. ഇവയെല്ലാം രാജ്യത്തെ വ്യവസായ നിക്ഷേപ കേന്ദ്രമാക്കാനുള്ള വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമാണ്.